So this session or this lecture will be on prime and composite numbers. So what do you mean by a prime number? Prime numbers are the building blocks of positive integers. ഓക്കെ, നമ്മൾ എന്തുകൊണ്ടാണ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സിൻ്റെ ബിൽഡിംഗ് ബ്ലോക്സ് ആണ് പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്നുള്ളത് നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ അവസാനത്തേക്ക് നമുക്ക് മനസ്സിലാവും. ഏതൊരു ഇൻറ്റീജർ എടുത്താലും ആ ഇൻറ്റീജർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രൈം നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റായിട്ട് എഴുതാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മളിതിന് എന്ത് പറയണേ? ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് എന്ന് പറഞ്ഞ് നമ്മളതിനെ പറയുന്നത്. Now we will move to the definition of a prime number. Any integer p greater than 1. Okay. So this is the definition. So any integer p greater than 1, this is very important. 1 is not a prime number. Okay. So any integer p greater than 1 is called a prime number, or simply a prime if its only positive divisors are 1 and p. ഓക്കെ, സോ ഒരു നമ്പർ പ്രൈം നമ്പർ എന്ന് പറഞ്ഞെങ്കിൽ അതിൻ്റെ പോസിറ്റീവ് ഡിവൈസേഴ്സ് ആകെപ്പാട് ഒന്നുകിൽ 1 അല്ലെങ്കിൽ ആ നമ്പർ തന്നെ. ഈ രണ്ട് പോസിറ്റീവ് ഡിവൈസേഴ്സ് മാത്രമേ ഒരു നമ്പറിന് പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ദാറ്റ് സച്ച് എ നമ്പർ ഇസ് കോൾഡ് എ prime number. Okay, an integer greater than 1 that is not a prime number is called a composite number. That's also something very important. So what is a composite number? Composite number is it is an integer greater than 1 that is not a prime number. Okay, it is called a composite number. Fine. For example, the first 10 primes have been listed here. You can just see this list. The first 10 primes have been listed here. Say this: number 2, 3, 5, 7, 11, 13, 17, 19, 23 and 29. These are the first 10 prime numbers. The first 10 composite numbers are 4, 6, 8, 9, 10, 12, 14, 15, 16 and 18. Okay, ഇതൊക്കെ അതിൽ വരുന്ന കുറേ കാര്യങ്ങളാണ്. Okay, now the following paragraph we just go through this. Now next is C of Eratosthenes. നമ്മളിത് പറഞ്ഞിരുന്നു എന്താ ചെയ്യുന്നതെന്നുള്ള കാര്യം ഒന്ന് ഒരിക്കൽ കൂടെ പറയാം. ജസ്റ്റ് വായിച്ചു നോക്കാം കേട്ടോ. നമ്മൾ 2 മുതൽ 100 വരെയുള്ള അല്ലെങ്കിൽ ഏത് നമ്പർ വരെയുള്ള നമ്പർ വേണമെങ്കിലും എഴുതാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഏറ്റവും ചെറിയ പ്രൈം നമ്പർ ആയിട്ട് 2 റൗണ്ട് ചെയ്യും. എന്നിട്ട് 2ൻ്റെ എല്ലാ മൾട്ടിപ്പിൾസ് നമ്മൾ എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്ത് കളയും. പിന്നെ നമ്മൾ ക്യാൻസൽ ചെയ്യാത്ത അടുത്ത നമ്പർ എടുക്കും. ഏറ്റവും ചെറിയ നമ്പർ 3 ആണ്. 3 എടുക്കും. എന്നിട്ട് 3യുടെ എല്ലാ മൾട്ടിപ്പിൾസും ക്യാൻസൽ ചെയ്ത് കളയും. ഇനി ഏറ്റവും ചെറിയ ക്യാൻസൽ ചെയ്യാത്ത നമ്പർ എടുക്കും. എന്നിട്ട് അത് റൗണ്ട് ചെയ്യും. ബാക്കി റൗണ്ട് ചെയ്ത നമ്പറിൻ്റെ എല്ലാ മൾട്ടിപ്പിൾസും ക്യാൻസൽ ചെയ്ത് കളയും. അങ്ങനെ ആ പ്രോസസ്സ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ റൗണ്ട് ചെയ്യുന്ന നമ്പേഴ്സ് ഒക്കെ നമുക്ക് എന്താണെന്ന് പറയാൻ പറ്റും? പ്രൈം നമ്പേഴ്സ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ദിസ് ഇസ് കോൾഡ് സീവ് ഓഫ് എറാത്തോസ്തെനസ്. ഇത് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാനായിട്ട് പ്രത്യേകം പ്രിപ്പയർ ചെയ്യണം. സി ദ ഫസ്റ്റ് തിയറം ഓഫ് ദിസ് സെഷൻ. തിയറം 1: ഇഫ് പി ഈസ് എ പ്രൈം ആൻഡ് പി ഡിവൈഡ്സ് എ ബി, ദെൻ പി ഡിവൈഡ്സ് എ ഓർ പി ഡിവൈഡ്സ് പി. പി ഒരു പ്രൈം നമ്പറാണ്. പി എ ബി എന്ന് പറഞ്ഞ ഒരു പ്രോഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സിനെ ഡിവൈഡ് ചെയ്യുന്ന ഒരു പ്രൈം നമ്പർ ആണെങ്കിൽ then either P should divide A or P should divide B. P അങ്ങനെ ആണെങ്കിൽ ഒന്നുകിൽ P Aനെ ഡിവൈഡ് ചെയ്യണം അല്ലെങ്കിൽ Bനെ ഡിവൈഡ് ചെയ്യണം. സപ്പോസ് P ഡിവൈഡ്സ് എ, P Aനെ ഡിവൈഡ് ചെയ്യുമെന്ന് വിചാരിക്കൂ. അങ്ങനെയാണെങ്കിൽ പിന്നെ പ്രൂഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം അപ്പോൾ അവിടെ തന്നെ പ്രൂഫ് കഴിയും. ബിക്കോസ് ഐദർ P ഡിവൈഡ്സ് എ ഓർ P ഡിവൈഡ്സ് ബി എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ ഇഫ് P ഈസ് എ പ്രൈം നമ്പർ ദാറ്റ് ഡിവൈഡ്സ് എ, then there is nothing to prove. Okay, so suppose P does not divide A. P Aനെ ഡിവൈഡ് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കൂ. അങ്ങനെയാണെങ്കിൽ ഈ P എന്തിനെ ഡിവൈഡ് ചെയ്തിരിക്കണം? Bനെ ഡിവൈഡ് ചെയ്തിരിക്കണം. സോ സപ്പോസ് P does not divide A. So if P does not divide A, then the only positive divisors of P are 1 and P. അല്ലേ? P ഒരു പ്രൈം നമ്പറാണ്. സോ പി എനെ ഡിവൈഡ് ചെയ്യുന്നില്ല എന്നുള്ള അസംഷനാണ്. ഓക്കെ, അവിടെ നിൽക്കട്ടെ. പി പ്രൈം നമ്പർ ആയതുകൊണ്ട് ദ ഓൺലി പോസിറ്റീവ് ഡിവൈസസ് ഓഫ് പി ആർ 1 ആൻഡ് പി. സോ ദാറ്റ് ഇംപ്ലൈസ് ജി സി ഡി ഓഫ് പി ആൻഡ് എ ഈസ് ഈക്വൽ ടു 1 അല്ലേ? എയുടെയും പിയുടെയും ജി സി ഡി 1 ആണ്. കാരണം പി എനെ ഡിവൈഡ് ചെയ്യില്ല. പിന്നെ പിയുടെ ഡിവൈസസ് പിയും 1 ആണ്, ബിക്കോസ് പി ഈസ് എ പ്രൈം നമ്പർ. സോ ജി സി ഡി ഓഫ് പി ആൻഡ് എ എന്താണ്? ഉറപ്പായിട്ടും എന്തായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, മനസ്സിലായില്ലേ? എനെ ഡിവൈഡ് ചെയ്യില്ല. പിന്നെ പിയുടെ ഡിവൈസസ് പിയും 1 ആണ്. സോ ഓട്ടോമാറ്റിക്കലി ദ ജി സി ഡി ഓഫ് പി ആൻഡ് എ ഇസ് 1. ഓക്കെ, പിയുടെയും എയുടെയും ജി സി ഡി 1 ആണെങ്കിൽ നമുക്ക് എന്താ പറയാൻ പറ്റും? വി ക്യാൻ റൈറ്റ് 1 ആസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് ബോത്ത് പി ആൻഡ് എ. ഈ ബൈ യൂക്ലിഡിയൻ അൽഗോരിതം, നമ്മൾ യൂക്ലിഡിയൻ അൽഗോരിതത്തിൻ്റെ ആ ഒരു സ്ഥലത്ത് പഠിച്ചൊരു തിയറം അനുസരിച്ച് ഇഫ് ജി സി ഡി ഓഫ് എ ആൻഡ് ബി ഈസ് ഈക്വൽ ടു ഡി, ദെൻ ഡി ക്യാൻ ബി റിട്ടൺ ആസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് ബോത്ത് എ ആൻഡ് ബി. വി ക്യാൻ റൈറ്റ് ഡി ഈക്വൽ എക്സ് പ്ലസ് ബി വൈ എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ ഇവിടെ ജി സി ഡി 1 ആയതുകൊണ്ട് ഏതിൻ്റെയൊക്കെ പിയുടെയും എയുടെയും ജി സി ഡി 1 ആയതുകൊണ്ട് വി ക്യാൻ റൈറ്റ് 1 ആസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് പി ആൻഡ് എ. So 1 is equal to px plus ay. That is the x-axis indices x and y such that 1 is equal to px plus ay. So 1 is equal to px plus ay നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ഈ ഇക്വേഷനിൽ
multiplying throughout by b. LHS ഉം RHS ഉം b കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. So you will get this equation. ഇതാ b is equal to from here ഇവിടെ നോക്കൂ, b is equal to b into 1, that is equal to b into px plus ay, that is expanding of b px plus aby അല്ലേ. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ b px plus b ay or aby എന്ന് എഴുതാൻ പറ്റും. ഇനി p divides ab നമുക്കറിയാം. സോ p divides ab നമുക്കറിയാം, p divides bp അറിയാം, ബിക്കോസ് അതിൽ p ഉണ്ട്, അതുകൊണ്ടാണ്. എ ബിനെ ഡിവൈഡ് ചെയ്യുന്നുള്ളത് നമുക്ക് തന്നിട്ടുണ്ട്, പിന്നെ ബി പിനെ ഡിവൈഡ് ചെയ്യും കാരണം അതിൽ p ഉണ്ട്. സോ ഓട്ടോമാറ്റിക്കലി നോക്കൂ, ഈ കാണുന്ന RHSൻ്റെ ഫസ്റ്റ് ടേമിൽ ബി പി ഉള്ളതുകൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യും, ഇവിടെ എ ബി ഉള്ളതുകൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യും. ആര് ഡിവൈഡ് ചെയ്യും? പി ഡിവൈഡ് ചെയ്യും. എന്ന് പറഞ്ഞാൽ RHS രണ്ട് ടേമിനും ഡിവൈഡ് ചെയ്യും, അതുകൊണ്ട് ആര് ഡിവൈഡ് ചെയ്യും? പി ഡിവൈഡ് ചെയ്യും. അതുകൊണ്ട് LHSനെ ഡിവൈഡ് ചെയ്യേണ്ടി വരും അല്ലേ. സോ P divides RHS implies P should divide LHS. Now what is LHS? That LHS is equal to B, therefore P should divide B. So either if P is a prime that divides AB, then either P should divide A or P should divide B. നമ്മൾ P Aനെ ഡിവൈഡ് ചെയ്യുന്നില്ല എന്നെടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും പിന്നെ ബിനെ ഡിവൈഡ് ചെയ്തേ പറ്റത്തുള്ളൂ. അത് ഇവിടെ പ്രൂഫ് ഇവിടെ അവസാനിക്കും. See this corollary. If P is a prime number and if P divides the product of n numbers a1 into a2 into etc n an ഇങ്ങനെയുള്ള ഏതെങ്കിലും n നമ്പറുകളെ p ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ then p should divide at least 1. then p divides ak for some k. okay, p ഒരു പ്രൈം നമ്പർ ആണ്, and if p divides a1 a2 etc ak an then p should divide ak for some k where 1 less than or equal to k less than or equal to n. ഇതാണ് നമുക്കിവിടെ ചെയ്യേണ്ട പ്രൂഫ്. സോ നോക്കൂ, സോ ദിസ് ഇസ് നത്തിങ് ബട്ട് ഇൻഡക്ഷൻ. നമ്മൾ നേരത്തെ എ ബിയിൽ ചെയ്തു, രണ്ട് നമ്പറിൻ്റെ പ്രോഡക്റ്റിൽ പി ഡിവൈഡ് ചെയ്യുമെങ്കിൽ ഉറപ്പായിട്ട് ഒരെണ്ണത്തിൽ ഡിവൈഡ് ചെയ്യേണ്ടി വരും നമുക്കറിയാം. ഓക്കെ, അത് ഉപയോഗിച്ചിട്ട് ഇവിടെ നമുക്ക് n നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റിനെ പി ഡിവൈഡ് ചെയ്യുമെങ്കിൽ ഉറപ്പായിട്ട് അതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിനെ നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ടി വരും എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ദിസ് ഇസ് നത്തിങ് ബട്ട് യൂസ് ദ മെത്തേഡ് ഓഫ് ഇൻഡക്ഷൻ. നമുക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഒന്നിനെ പ്രൂവ് ചെയ്തിട്ട് കെക്ക് അസ്യൂം ചെയ്തിട്ട് k + 1 പ്രൂവ് ചെയ്യുക. ഓക്കെ, ജസ്റ്റ് ഗോ ത്രൂ ദിസ് പ്രൂഫ്. ദിസ് ഇസ് വെരി സിമ്പിൾ പ്രൂഫ്. നെക്സ്റ്റ് ഈസ് ദ കൊറോളറി. ഓക്കെ, ഇഫ് പി ക്യു1 പിയും p q1 q2 qn എല്ലാം പ്രൈം നമ്പേഴ്സാണ്, ആൻഡ് p ഡിവൈഡ്സ് എ പ്രൊഡക്റ്റ് ഓഫ് ഓൾ ദീസ് qis q1 q2 etc qn p ഡിവൈഡ് ചെയ്യാം. ഞാൻ p is equal to qk for some k. ഓക്കെ, സോ നേരത്തെ പറഞ്ഞ കൊറോളറി അനുസരിച്ച് എന്താ? ഇഫ് p ഡിവൈഡ്സ് എ പ്രൊഡക്റ്റ് ഓഫ് ദീസ് നമ്പേഴ്സ് ദെൻ p ഷുഡ് ഡിവൈഡ് സം qk അല്ലേ. p ഡിവൈഡ്സ് qk. നേരത്തെ പറഞ്ഞ കൊറോളറി അനുസരിച്ച് p ഡിവൈഡ്സ് qk ഫോർ സം k. ബട്ട് qk എന്ത് നമ്പറാണ്? പ്രൈം നമ്പറാണ്. അതിന് 1ഉം qk അല്ലാതെ വേറെ ഡിവൈസസ് ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ qk എന്ന് പറഞ്ഞാൽ എന്താണ്? 1ഉം qk അല്ലാതെ വേറെ ഒന്നും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ p qkനെ ഡിവൈഡ് ചെയ്യും. p പ്രൈം നമ്പറാണ്. പ്രൈം നമ്പർ ആയത് കാരണം p ഒന്നിനേക്കാൾ വലുതാണ്. നല്ല പ്രൈം നമ്പർ എന്ന് പറയുള്ളൂ. സോ ദിസ് പാർട്ട് ഇസ് ഓക്കെ. സോ p is greater than 1 and p divides qk. qk means what? p is equal to qk because qk എന്ന് പറയുന്ന നമ്പറിന് ഡിവൈസസ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ 1 അല്ലെങ്കിൽ qk, ഇത് രണ്ടേ ഉള്ളൂ. p qkനെ ഡിവൈഡ് ചെയ്യും and p is greater than 1. that means p is equal to qk. വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. സോ വിത്ത് that corollary is over. Now we will move to next theorem, unique factorization theorem or fundamental theorem of arithmetic. Every positive integer n greater than 1 can be expressed as product of primes. This representation is unique apart from the order in which the factors occur. ഓക്കെ, ഏതൊരു പോസിറ്റീവ് നമ്പർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രൈം നമ്പറിനെ, 1നേക്കാൾ വലിയ ഏതൊരു പോസിറ്റീവ് നമ്പറിനെ പ്രൈം നമ്പറിൻ്റെ പ്രൊഡക്റ്റായിട്ട് എഴുതാൻ പറ്റും. അത് റെപ്രസെൻറ്റേഷൻ യുണീക്ക് ആയിരിക്കും എക്സെപ്റ്റ് അപ്പാർട്ട് ഫ്രം ദ ഓർഡർ ഇൻ വിച്ച് ദ ഫാക്ടേഴ്സ് ഒക്കർ. എന്ന് പറഞ്ഞാൽ നമുക്ക് 6നെ വേണമെങ്കിൽ 2 into 3 3 into 2 എന്ന് എഴുതാം. ഈ ഇങ്ങനെ നമ്പേഴ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഓർഡറിൽ വ്യത്യാസം വരിക എന്നല്ലാതെ ബാക്കിയെല്ലാം എന്താണത്? യുണീക്ക് ആയിരിക്കും എന്നാണ് പറയണത്. അതാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. 2 into 3 into 5 എന്നാണ് പറയുന്നത്. ഇപ്പോൾ 3 into 5 into 2 എന്നോ 5 into 3 into 2 എന്നോ ഈ നമ്പറുകളിൽ നിന്ന് കിടക്കുന്ന ഓർഡറുകൾ ഒരുപക്ഷെ മാറിയേക്കാം എന്നല്ലാതെ ബാക്കി ഇൻ ടേംസ് ഓഫ് വാട്ട് നമ്പർ എത്ര നമ്പേഴ്സ് ഉണ്ടാവും എന്നുള്ള കാര്യത്തിലും ഏതൊക്കെയാണ് നമ്പേഴ്സ് എന്നുള്ള കാര്യത്തിലൊക്കെ യുണീക്ക് തന്നെയായിരിക്കും നമുക്ക് ഒരു നമ്പറിന് ഫാക്ടറൈസ് ചെയ്യാൻ പോയാലെന്നാണ് പറയുന്നത്. ഓക്കെ, സോ ലെറ്റ് n be an integer. let n be any integer greater than 1. ഓക്കെ, സോ ഒന്നിനേക്കാൾ വലിയ ഏതൊരു ഇൻറ്റീജറാണ് n എടുക്കുകയാണെങ്കിൽ, ഓക്കെ n എടുത്തു. സോ അങ്ങനെ ഒരു ഇൻറ്റീജർ എടുത്താൽ രണ്ട് പോസിബിലിറ്റി ഉണ്ട്. ഒന്നുകിൽ പ്രൈം നമ്പർ ആവും അല്ലെങ്കിൽ അത് കോമ്പോസിറ്റ് നമ്പർ ആവും. സപ്പോസ് n is prime. n പ്രൈം നമ്പർ ആണ് വിചാരിക്കും. അങ്ങനെ നമുക്ക് ഈ പ്രൂഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ, കാരണം ഏത് നമ്പർ താനും ഒരു പ്രൈം നമ്പറാണ്. സോ അതിന് നമ്മൾ എന്ത് ചെയ്തു? ഒരു സിംഗിൾ നമ്പർ തന്നെ എടുത്ത് അതിനെ അതിൻ്റെ ഒരു പ്രൊഡക്റ്റായിട്ട് ഇൻറ്റു 1 എന്നൊക്കെ പറഞ്ഞ അവസ്ഥയാണ്, അല്ലെങ്കിൽ അതിനെ ഒരു പ്രൈം നമ്പറായിട്ട് തന്നെ കാണാമല്ലോ. സോ n പ്രൈം നമ്പറാണെങ്കിൽ നമുക്കിവിടെ ഒന്നും പ്രൂവ് ചെയ്യാനില്ല. സോ സപ്പോസ് ഇറ്റ് ഈസ് കോമ്പോസിറ്റ്. സോ സപ്പോസ്
n is a composite number. So suppose n is a composite number. Composite number ആണെങ്കിൽ then ഉറപ്പായിട്ടും അതിനെ ഡിവൈഡ് ചെയ്യാൻ ഡിവൈസർ ഉണ്ടാവും. Then there exists an integer d such that d divides n. d will divide n and 1 less than d less than n. This condition is very important. Okay, so n composite ആണെങ്കിൽ then there exists an integer d such that d divides n and 1 less than d less than n. ഒന്നിനേക്കാൾ വലുതും എന്നേക്കാൾ ചെറുതായിട്ടുള്ളൊരു ഡിവൈസർ d അതിന് ഉണ്ടാവും. ഇങ്ങനെയുള്ള ആ എന്നിൻ്റെ എല്ലാ ഡിവൈസേഴ്സ് എടുക്കുക. You take all the possible devices of such a number n. Then you choose the smallest among them. So among all such integers d, choose p1 to be the smallest. കേട്ടോ, അപ്പം അങ്ങനെയുള്ള എല്ലാ ഡിവൈസേഴ്സിലും ഏറ്റവും ചെറിയ ആളെ p1 എന്ന് പേര് കൊടുക്കുക. Okay, this is possible by Villotting principle. Okay, അങ്ങനെയാണെങ്കിൽ നമുക്ക് then we can show that p1 is a prime number. സോ ഒരു നമ്പർ n എടുത്തു, അത് കോമ്പോസിറ്റ് ആണെന്ന് വിചാരിച്ചു. സോ അതിന് ഡിവൈഡ് ചെയ്യുന്ന ഡിവൈസർ ഉണ്ടാവും. ഇങ്ങനെ പോസിബിൾ ആയിട്ടുള്ള എല്ലാ ഡിവൈസേഴ്സും എടുക്കുന്നു, അതിൽ ഏറ്റവും ചെറിയ ആളെടുക്കുന്നു, അയാൾക്ക് p1 എന്ന് പേര് കൊടുക്കുന്നു. ഇന്ന് പ്രൂവ് ചെയ്യാൻ പോകുന്നത് p1 is a prime number എന്നാണ്. സപ്പോസ് p1, അതായത് ഏറ്റവും ചെറിയ ഡിവൈസർ ആയിട്ടുള്ള p1 പ്രൈം നമ്പർ അല്ല വിചാരിക്കൂ. ഏറ്റവും ചെറിയ ഡിവൈസർ ആയിട്ടുള്ള p1 പ്രൈം നമ്പർ അല്ലെങ്കിൽ അതിനർത്ഥം എന്താ? അത് കോമ്പോസിറ്റ് ആവണം. അത് കോമ്പോസിറ്റ് ആണെങ്കിൽ ഉറപ്പായിട്ട് എന്തുണ്ട്? ദർ എക്സിസ്റ്റ് ക്യൂ സാറ്റിസ്ഫൈങ് എന്താ? ക്യൂ p1 ഡിവൈഡ് ചെയ്യണമല്ലോ. p1 പ്രൈം അല്ലെങ്കിൽ p1 കോമ്പോസിറ്റ് ആവണം. കോമ്പോസിറ്റ് ആണെങ്കിൽ p1നെ ഡിവൈഡ് ചെയ്യാനായിട്ട് എനിക്കൊരു ഇൻറ്റീജർ ക്യൂ വേണം, ഒന്നിനേക്കാൾ വലിയ നമ്പറായിട്ട് അല്ലേ. സോ ക്യൂ ഡിവൈഡ്സ് p1 ആൻഡ് 1 ലെസ് ദാൻ ക്യൂ ലെസ് ദാൻ p1 പോലെ ക്യൂ എക്സിസ്റ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, എന്തായിരുന്നു p1 വാസ് എ സ്മോളസ്റ്റ് ഇൻറ്റീജർ ഡിവൈഡിങ് n. എന്ന് പറഞ്ഞ നമ്പറിനെ ഡിവൈഡ് ചെയ്യുന്ന ഏറ്റവും ചെറിയ നമ്പറായിരുന്നു p1. അത് ഇനി p1നേക്കാൾ ചെറിയൊരു നമ്പർ പോലും എന്തിനു ഡിവൈഡ് ചെയ്യില്ല? എന്നെ ഡിവൈഡ് ചെയ്യില്ല എന്നർത്ഥം. സോ ക്യൂ ഇപ്പം എന്താണ്? ക്യൂ p1നെ ഡിവൈഡ് ചെയ്യും അല്ലേ, ബിക്കോസ് p1 എന്ന് പറഞ്ഞത് സ്മോളസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞേ? അത് ഉറപ്പായിട്ടും ക്യൂ ഉണ്ടാവുമെന്ന് പറഞ്ഞു അല്ലേ. ഓക്കെ, സോ p1നെ ക്യൂ ഡിവൈഡ് ചെയ്യും, ബിക്കോസ് p1 ഒരു കോമ്പോസിറ്റ് നമ്പർ ആണെങ്കിൽ p1നെ ക്യൂ ഡിവൈഡ് ചെയ്യും. പക്ഷേ p1 n-നെ ഡിവൈഡ് ചെയ്യും, അപ്പോൾ ക്യൂ n-നെ ഡിവൈഡ് ചെയ്യും. മനസ്സിലായോ? സോ ക്യൂ ഡിവൈഡ്സ് p1 ഡിവൈഡ്സ് n ഇംപ്ലൈസ് ക്യൂ വിൽ ഡിവൈഡ് n. വെൻ ഓൾസോ ക്യൂ ഇസ് ലെസ് ദാൻ p1. ക്യൂ p1നേക്കാൾ ചെറുതാണ്. അപ്പോൾ p1 എന്താണ്? p1നേക്കാളും ചെറിയ ഒരു ഇൻറ്റിജർ വെച്ചിട്ട് എനിക്ക് n-നെ ഡിവൈഡ് ചെയ്യാൻ പറ്റിയെന്ന് കിട്ടി. എന്നാൽ അങ്ങനെ പറഞ്ഞ കുഴപ്പം എന്താ? ഈ p1 എന്തായിരുന്നു? ലീസ്റ്റ് നമ്പർ ആയിരുന്നു. ആ ലീസ്റ്റ് നമ്പർ p1 എടുത്തതിന് കോൺട്രാക്ഷൻ ആവും. ഓക്കെ, അതുകൊണ്ട് p1 എന്താണ്? പ്രൈമാണ്. സോ p1 പ്രൈം അല്ലെങ്കിൽ കോൺട്രാക്ഷനിലേക്ക് എത്തും. അതുകൊണ്ട് p1 എന്താണ്? പ്രൈമാണ്. കോൺട്രാക്ഷൻ എങ്ങനെയാണെന്ന് മനസ്സിലായോ? p1 പ്രൈം അല്ലെങ്കിൽ p1 കോമ്പോസിറ്റ് ആണ്. സോ p1 ഡിവൈഡ് ചെയ്യാൻ ഒരു ഇൻറ്റീജർ ക്യൂ ഉണ്ടാവേണ്ടി വരും. ക്യൂ p1നേക്കാളും ചെറിയ നമ്പർ ആവും ചെയ്യും. സോ ക്യൂ p1നെ ഡിവൈഡ് ചെയ്യും, p1 n-നെ ഡിവൈഡ് ചെയ്യും. സോ ക്യൂ n-നെ ഡിവൈഡ് ചെയ്യും, ക്യൂ n-നെ ഡിവൈഡ് ചെയ്യും. ക്യൂ p1നേക്കാളും ചെറുതാണ് താനും. അത് വരുമ്പോൾ p1 ആണ് ചെറുത് എന്നുള്ളതിന് ഒരു കോൺട്രാക്ഷൻ വരും. അതാണ് അവിടുത്തെ പ്രശ്നം. ഓക്കെ, അതുകൊണ്ട് p1 എന്താണ്? p1 is a prime number. So this part is done. So from here p1 is a prime number. ഓക്കെ, അപ്പോൾ നമ്മളെന്ത് ചെയ്തേ? n എന്നുള്ള നമ്പറിനെ എടുത്തു, n പ്രൈം അല്ലെങ്കിൽ കോമ്പോസിറ്റ് ആവുമെന്ന് പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു? അപ്പോൾ കോമ്പോസിറ്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന എല്ലാ പോസിറ്റീവ് ഇൻറ്റിജേഴ്സിനും എടുത്ത് അതിൽ ഏറ്റവും ചെറിയ ആളെടുത്തു. അത് നമ്മൾ എന്ത് വിളിച്ചു? p1 എന്ന് വിളിച്ചു. അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. Okay, then we can write n is equal to p1 into n1. Now this part is very important. So p1 into n1 എഴുതാം, ബിക്കോസ് p1 ഒരു നമ്പറാണ് n-നെ ഡിവൈഡ് ചെയ്യുന്നത്. സോ ബാക്കിയെല്ലാം നമുക്ക് ഒരുമിച്ച് ഫാക്ടർ ആക്കിയിട്ട് n1 എഴുതി. സോ n is equal to p1 into n1, where p1 is a prime number and 1 less than n1 less than n. n1 n-നേക്കാളും ചെറിയൊരു നമ്പറാണ്. ഇങ്ങനെ നമുക്ക് ഉറപ്പായിട്ട് എഴുതാൻ പറ്റുന്നത് മനസ്സിലായി. ഈ n1 ആണ് ഇനി അടുത്ത കഥാപാത്രം. സപ്പോസ് if this n1 is a prime number, n1 പ്രൈം നമ്പർ ആണ് വിചാരിക്കൂ. n1 പ്രൈം നമ്പറാണ്, നമുക്ക് ഒന്നും പ്രൂവ് ചെയ്യാനില്ല. അപ്പോൾ p1 പ്രൈം കിട്ടി. അടുത്ത നമ്പർ n1 പ്രൈം ആണെങ്കിൽ പ്രൊഡക്റ്റ് ഓഫ് ടു പ്രൈംസ് ആയി ആര്? n. ഓക്കെ, സപ്പോസ് if n1 പ്രൈം ആണെങ്കിൽ then there is nothing to prove. ഓക്കെ, അതർവൈസ് n1 പ്രൈം അല്ല വിചാരിക്കൂ. n1 പ്രൈം അല്ലെങ്കിൽ നേരത്തെ നമ്മൾ കണ്ട പോലെ നമുക്ക് എന്ത് പറയാൻ പറ്റും? we can find a second prime number p2 such that n1 is equal to p2 n2. n1 പ്രൈം അല്ലെങ്കിൽ n1 കോമ്പോസിറ്റ് ആവേണ്ടി വരും. ഉറപ്പായിട്ടും ഒരു ഫാക്ടർ ഉണ്ടാവും, ഒരു നമ്പർ ഡിവൈഡ് ചെയ്യേണ്ടി വരും, ഡിവൈസർ ഉണ്ടാവും. അങ്ങനെയുള്ള എല്ലാ ഡിവൈസേഴ്സിൻ്റെ ഏറ്റവും ചെറിയ ആൾ എടുക്കേണ്ടി വരും. അദ്ദേഹം പ്രൈം നമ്പർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. സോ അതിന് p2 എന്ന് പേര് വിളിക്കും. മനസ്സിലായി? അപ്പോൾ അങ്ങനെ ഒരു p2 എക്സിസ്റ്റ് ചെയ്യും. സോ n1
prime അല്ലെങ്കിൽ then we can write there exists a second prime number p2 such that n1 is equal to p2 n2. n1 നമുക്ക് p2 n2 എന്ന് എഴുതാം. അപ്പോൾ n എങ്ങനെ എഴുതാൻ പറ്റും? n is equal to p1 into p2 into n2 എന്ന് എഴുതേണ്ടി വരും. Okay, ഇവിടെ if n2 is a prime number then there is nothing to prove. Otherwise we will write n2 is equal to p3 n3. This process goes on. p3 n3 എഴുതും where p3 is prime, so that we will get n is equal to p1 into p2 into p3 etc. n3. ഇങ്ങനെ നോക്കുവാണെങ്കിൽ ഇവിടെ നോക്കിയാൽ p1 n1 n ആയിരുന്നു വലുത്, അതിനേക്കാളും ചെറുതാണ് n1, n ചെറുതാണ് n2, n ചെറുതാണ്, അങ്ങനെ പോയിക്കൊണ്ട് അവസാനം n1 വരെ വരും. ഓക്കെ ഓക്കെ സോ ഇത് നമുക്ക് ഒരു ഇൻഡെഫിനിറ്റ് പോകാൻ പറ്റില്ല, കാരണം ഏതൊരു നമ്പർ ആകുമ്പോൾ ഇതിനൊരു ഉറപ്പായിട്ട് ഫൈനൈറ്റ് നമ്പർ ഓഫ് നമ്പേഴ്സ് ഉണ്ടാവുള്ളൂ. സോ ദിസ് കനോട്ട് കണ്ടിന്യൂ ഇൻഡെഫിനിറ്റ്ലി. സോ ദർ ആഫ്റ്റർ ഓൺലി ആഫ്റ്റർ ഫൈനൈറ്റ് നമ്പർ ഓഫ് ടൈംസ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ ലാസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതിന് പി കെ എന്ന് വിളിച്ചു. ഓക്കെ സോ ദിസ് അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഈ ഫാക്ടറൈസേഷൻ അങ്ങനെ നോക്കും. n is equal to p1 into p2 into p3 into etc. pk എന്ന് നമുക്ക് എഴുതാൻ പറ്റി. p1 p2 etc. pk എന്ന് എഴുതാൻ പറ്റി. വേറെ p1 to p2 p2 p3 അല്ല pk എല്ലാം എന്താണ് പ്രൈം നമ്പേഴ്സാണ്. p1 ആണ് ഏറ്റവും ചെറുത്, അങ്ങനെ പോയി pk വരെ പോകും. ഓക്കെ നമ്മളിപ്പോൾ എന്ത് ചെയ്തു? തന്ന നമ്പർ എന്നിനെ ഒരു k നമ്പർ ഓഫ് നമ്പേഴ്സിൻ്റെ k നമ്പർ ഓഫ് പ്രൈം നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റായിട്ട് എഴുതി. ഇനി നമ്മൾ സപ്പോസ് ഇതിൻ്റെ വേറൊരു റെപ്രസെൻറ്റേഷൻ ഉണ്ട്, വേറൊരു പ്രൈം റെപ്രസെൻറ്റേഷൻ ഉണ്ട് വിചാരിക്കുക. സപ്പോസ് n is equal to q1 q2 etc. qm, where q1 q2 etc. qm are all prime numbers and q1 less than equal to q2 less than equal to etc. less than equal to qm. അങ്ങനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ q ഐകളുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് n തന്നെയാണ്, p ഐകളുടെ പ്രൊഡക്റ്റ് എന്ത് തന്നെയാണ്, n തന്നെയാണ്. സോ p1 p2 p2 into p3 is equal to etc. pk is equal to q1 q2 q3 etc. qm. അപ്പോൾ നോക്കുക, ഫ്രം ദിസ് ഇക്വേഷൻ നോക്കൂ, p1 will divide q1 q2 etc. qm. ഓക്കെ ആ എക്സ്പ്രഷനെ p1 ഡിവൈഡ് ചെയ്യണം. സോ അങ്ങനെ ചെയ്യുമ്പോൾ p1 ഷുഡ് ബി ഈക്വൽ ടു സം qs ബൈ ദ കൊറോളറി. നമ്മൾ കൊറോളറി പഠിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ p1 ഏതെങ്കിലും ഒരു പ്രൈം നമ്പറിനെ ഈക്വലൻ്റ് ആവണം, കാരണം ഡിവൈഡ് ചെയ്യേണ്ടവരും ഡിവൈഡ് ചെയ്യാൻ ഈക്വലൻ്റ് ആവേണ്ടി വരും. ദർഫോർ p1 ഈസ് ഈക്വൽ ടു qs ഫോർ സം s ബിറ്റ്വീൻ 1 to m. p1 ഈസ് ഈക്വൽ ടു qs ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ദെൻ വിൽ ഗെറ്റ് p1 ഈസ് ഈക്വൽ ടു qs. ദർഫോർ p1 ഈസ് ഈക്വൽ ടു qsi എന്ന് പറഞ്ഞാൽ ഫോർ 1 ലെസ് ദാൻ ഈക്വൽ ടു s ലെസ് ദാൻ ഈക്വൽ ടു m, then that means p1 is greater than or equal to q1. സോ p1 qs ആണ്, എസിൻ്റെ വേരിയബിൾ 1 to m ആണ്, ഏത് വേണമെങ്കിലും വരാം. അപ്പോൾ p1 ക്യാൻ ബി കൺസിഡർ ടു ബി നമ്പർ ഗ്രേറ്റർ ദാൻ or equal to q1. q1നേക്കാളും വലിയൊരു നമ്പറാണ് p1 എന്നങ്ങ് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ സിമിലർലി തിരിച്ച് q1 എന്ന് പറഞ്ഞത് നമ്മൾ p1 p2 etc. pk is equal to q1 q2 etc. qm എഴുതി വെച്ചിട്ടുണ്ട്. സോ തിരിച്ച് ഇനി q1 p1 p2 etc. pkനെ ഡിവൈഡ് ചെയ്യുന്നത് വഴി നമുക്കറിയാൻ പറ്റും അല്ലേ. q1 ഡിവൈഡ്സ് p1 p2 etc. pk. അങ്ങനെയാണെങ്കിൽ വി ഗെറ്റ് q1 is equal to pr. അങ്ങനെയാണെങ്കിൽ എന്ന് പറയാൻ പറ്റും, ഉറപ്പായിട്ട് ഒരാളുണ്ടാവുമല്ലോ. therefore q1 is equal to pr for some 1 less than r less than or equal to k. so q1 is equal to pr എന്ന് പറയാൻ പറ്റും. and therefore q1 is greater than or equal to p1. pr എന്ന് പറയാൻ പറ്റും. also q1 is greater than or equal to p1. hence നേരത്തെ p1 greater than or equal to q1 കിട്ടി, ഇപ്പോൾ q1 greater than or equal to p കിട്ടി. therefore we can find p1 is equal to q. so p1 equal to q1 കിട്ടി. അപ്പോൾ p1 equal to q1 കിട്ടിക്കഴിഞ്ഞാൽ ഈ എക്സ്പ്രഷനിൽ p1ഉം ഈ ഇക്വേഷൻ നമ്പർ 1ൽ we can cancel p1 and q1. therefore we'll get p2 p3 etc. pk equal to q2 q3 etc. qm. അങ്ങനെ കാണാൻ പറ്റും. നേരത്തെ കണ്ടുപിടിച്ചതുപോലെ തന്നെ we can prove that p2 is equal to q2. അങ്ങനെയാണ് അത് ക്യാൻസൽ ചെയ്യുക. then you'll get p3 p4 etc. pk is equal to q3 q4 etc. qm. ഓക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുക. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ അവസാനം സപ്പോസ് if k is less than m, അറ്റ് ലാസ്റ്റ് നമുക്ക് എന്ത് കിട്ടും? ഏതാണ് ചെറുത്? പി കെ ആണ് ചെറുതുമ്പോൾ പി കെ ഇട്ട് ക്യൂ കെ കിട്ടി. അത് കഴിഞ്ഞ് ഇൻറ്റു 1 ആണ്, ബാക്കി എന്തുണ്ട്? ക്യൂ കെ പ്ലസ് 1 മുതൽ ബാക്കിയുള്ള ടേംസിനൊക്കെ മൾട്ടിപ്ലിക്കേഷൻ എന്ത് കിട്ടും? 1 കിട്ടും. പക്ഷേ എല്ലാ ക്യൂ കേസും പ്രൈം നമ്പറാണ്, എല്ലാം 1 വലുതാണ്, അതുകൊണ്ട് ഇത് പോസിബിൾ അല്ല. അതുപോലെ തന്നെയാണ് കെ എമ്മിനേക്കാൾ വലുതായാലും ഗ്രേറ്റർ ദാൻ എം ആയാലും ഇതന്നെ സംഭവിക്കുക. സോ കെ ഹാസ് ഗോട്ട് ഓൺലി വൺ ഓപ്ഷൻ, ദെൻ കെ വിൽ ബി ഈക്വൽ ടു എം. ഗ്രേറ്റർ ദാൻ ആവില്ല, ലെസ് ദാനും ആവില്ല, കെ വിൽ ബി ഈക്വൽ ടു എം. ആൻഡ് p1 equal to q1, p2 equal to q2 etc. pk equal to qk, making the two factorizations of n identical. Okay, thus every positive integer n greater than 1 can be expressed as uniquely as product of primes. Okay, അടുത്ത എൻ്റെ കാനോണിക്കൽ ഫോം എഴുതാൻ പറ്റുന്ന പറയണേ.
അത് ജസ്റ്റ് നോക്കിയാൽ മതി. നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ യു ടേക്ക് ഫോർ ഇസികൾ നമുക്ക് എന്ത് എഴുതാം, 2 × 2 ഓർ 2² എന്ന് എഴുതാം. പവർ കൂടെ ചേർത്ത് എഴുതാം എന്ന രീതിയിലാണ് പറയുന്നത്. ഈ 12 എടുത്താലോ, ഇറ്റ് ഇസ് 2 × 2 × 3. സോ 2² × 3⁻1 അങ്ങനെ നമ്മൾ പറയുന്നു. ഓക്കെ, ഫൈൻ. നൗ യു ഫൈൻ റിമാർക്കൊക്കെ നോക്കിക്കോളൂ. ദിസ് ഇസ് നത്തിങ് വെരി ഈസി. അടുത്ത് ഇൻഫിനിറ്റ് ഓഫ് പ്രൈംസ്. ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പ്രൈം നമ്പേഴ്സ് ഉണ്ട് എന്നാണ് ഈ സെക്ഷനിൽ പറയാൻ പോകുന്നത്. ഓക്കെ, സപ്പോസ് ഓൺലി ഫൈനൈറ്റ് നമ്പർ ഓഫ് പ്രൈം നമ്പേഴ്സ് ഉള്ളൂ ചെയ്യും, P1 P2 എക്സെട്ര സം Pn, ഓൺലി n നമ്പർ ഓഫ് പ്രൈം നമ്പേഴ്സ് ഉള്ളൂ എന്നങ്ങ് വിചാരിക്കുക. അതെല്ലാം അസെൻഡിങ് ഓർഡറിൽ എഴുതി വയ്ക്കുക. ഓക്കെ, ലെറ്റ് Pn ബി ദ ലാസ്റ്റ് പ്രൈം. അങ്ങനെയാണെങ്കിൽ ഈ പ്രൈം കഴിഞ്ഞ വേറെ ഉള്ള എല്ലാ നമ്പറും എന്താവണം, കോമ്പോസിറ്റ് ആവണം അല്ലേ. ഫൈനൈറ്റ് നമ്പർ പ്രൈം ഉള്ളതെന്ന് പറഞ്ഞാൽ n ലാസ്റ്റ് പ്രൈം ആണെങ്കിൽ ബാക്കി നമ്പേഴ്സ് എന്താണ്, കോമ്പോസിറ്റ് നമ്പർ ആവണം എന്നാണ് നമ്മുടെ വിശ്വാസം. അങ്ങനെയാണെങ്കിൽ കൺസിഡർ ദ നമ്പർ P is equal to P1 × P2 × P3 എക്സെട്ര Pn + 1. ഈ ഉള്ള ഫൈനൈറ്റ് നമ്പർ ഓഫ് പ്രൈം നമ്പേഴ്സിൻ്റെ കൂടെ 1 ആഡ് ചെയ്ത് കിട്ടുന്ന നമ്പറിനെ P എന്ന് വിളിക്കുക. അത് ഉറപ്പായിട്ട് എന്താണ്, ഒരു നമ്പറാണ് അല്ലേ. ഓക്കെ, ഇതിനെ P1 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, P2 കൊണ്ട് പറ്റില്ല, P3 കൊണ്ട് പറ്റില്ല, Pn കൊണ്ടും പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇതുകൊണ്ട് എന്ത് ചെയ്താൽ റിമൈൻഡർ 1 കിട്ടില്ല എന്ന് പറഞ്ഞാൽ P എന്ന് പറയുന്ന നമ്പറിനെ നമുക്ക് ഒരു നമ്പർ കൊണ്ടും പ്രൈം നമ്പർ കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വരും. അതുകൊണ്ട് P എന്താണ്, P പ്രൈം നമ്പറാണ്. അതായത് P1 × P2 × P3 എക്സെട്ര Pn + 1 നമ്പർ എന്താണ്, എന്ത് നമ്പറാണ്, പ്രൈം നമ്പറാണ്. വിച്ച് ഇസ് കോൺട്രറി ടു അവർ അസംഷൻ. സോ നമ്മൾ എന്താ അസംഷൻ നടത്തി, നമ്പർ ഓഫ് പ്രൈം നമ്പേഴ്സ് ഫൈനൈറ്റ് ആണെന്ന് അസംഷൻ നടത്തി. ദാറ്റ് ഈസ് റോങ്. ദെർഫോർ നമ്പർ ഓഫ് പ്രൈംസ് ഇസ് ഇൻഫിനിറ്റ്. ഓക്കെ, പ്രൈം നമ്പേഴ്സിൻ്റെ എണ്ണം ഇൻഫിനിറ്റ് ആണ് എന്നുകൂടെ ഇവിടെ പ്രത്യേകം ഓർക്കുക. യു ഷുഡ് ഗോ ത്രൂ ഓൾ ദീസ് എക്സ്പ്രഷൻസ്. ഓക്കെ, ഫൈൻ, താങ്ക് യു.